വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനാണ്. അപ്പോൾ നേന്ത്രപ്പഴം ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ട് അത് ഞാൻ 3 മണിക്കൂർ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഇത് ഫ്രീസ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പഴം ഇതിലിടണം, മിക്സിയിൽ അടിക്കണം. അപ്പോൾ ഞാൻ മിക്സിയിൽ അടിക്കുന്നു. പിന്നെ അതിലേക്കൊരു 2 സ്പൂൺ പാല് വീത്താം. വെള്ളം കൂടാനായിട്ട് പാടില്ല കേട്ടോ. പിന്നെ ഒരു 10 സ്പൂൺ പഞ്ചസാര. അപ്പോൾ പഴത്തിന് നല്ല മധുരമുള്ള കാരണം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇത്ര ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് വാനില എസൻസ് ഒരു 1/2 സ്പൂൺ. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ പഴത്തിൻ്റെ കൂട്ട് മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നു. ഇതുപോലെ നല്ല കട്ടിയായിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു പാത്രത്തിലാക്കി വയ്ക്കാം, ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴത്തിൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ അധികം സാധനങ്ങളൊന്നും കൂട്ടി ചേർക്കണ്ട, ഇത്രയും വേണ്ടോ. നമുക്കിത് ഫ്രീസറിൽ വയ്ക്കാം. 2-3 മണിക്കൂർ വയ്ക്കേണ്ടി വരും. ഫ്രീസറിൽ വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഐസ്ക്രീം റെഡിയായി. ഞാൻ ഇത് 3 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.